അപ്പോൾ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിഗ്രി പ്രിലിംസിൻ്റെ നമ്മുടെ അടുത്ത ടോപ്പിക്ക്, അതായത് കേരള ഹിസ്റ്ററിയിൽ വരുന്ന സാമൂഹ്യ മത നവോത്ഥാന പ്രസ്ഥാനങ്ങൾ, അതുമായി ബന്ധപ്പെട്ട് വരുന്ന സംഘടനകൾ, സാമൂഹ്യ മത നവോത്ഥാന പ്രവർത്തകർ, ഇവരെക്കുറിച്ചൊക്കെയാണ് പഠിക്കുന്നത്. അപ്പം ആദ്യം നമുക്ക് കണ്ടൻറ്റ് പഠിക്കാം. അതിന് ശേഷം നമുക്ക് SCERT NCERT ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ കൂടി പഠിക്കണം. അപ്പം ഇതിൻ്റെ ബേസ് ചെയ്തിട്ടുള്ള SCERT ക്ലാസ് ഓൾറെഡി നമ്മുടെ ക്ലാസ്സിൽ SCERT ബൂസ്റ്ററിൽ പ്ലേലിസ്റ്റിൽ കിടപ്പുണ്ട്. ആ ക്ലാസ് കാണാത്തവർ കാണണം. പിന്നെ നമ്മൾ ഈ ക്ലാസ്സിൽ ഒന്നുകൂടി അത് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. NCERT ക്ലാസ്സിൽ ടെക്സ്റ്റ് ബുക്കിൽ വരുന്ന കാര്യങ്ങൾ കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് നമ്മൾ ക്ലാസ് കൊണ്ടുപോകുന്നത്. അപ്പോൾ ക്ലാസ്സുകൾ കാണുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. 19-ാം നൂറ്റാണ്ടിൽ കേരള സമൂഹം നിരവധി മതപരമായ അന്ധവിശ്വാസങ്ങൾക്കും സാമൂഹിക അസമത്വങ്ങൾക്കും സാക്ഷ്യം വഹിച്ചു. ഫ്യൂഡൽ നാടുവാഴികളുടെ അടിച്ചമർത്തൽ ഭരണവും സവർണ ഹിന്ദുക്കൾ ആധിപത്യം സ്ഥാപിച്ച ജാതി വ്യവസ്ഥയും താഴ്ന്ന ജാതിയിൽപ്പെട്ട ജനങ്ങളുടെ ജീവിതം ദുരിതപൂർണമാക്കി. അല്ലേ, നമുക്കറിയാം എങ്ങനെയായിരുന്നു ഫ്യൂഡൽ വ്യവസ്ഥയായിരുന്നു ആ കാലത്ത് നിലനിന്നിരുന്നത്. സവർണ ഹിന്ദുക്കൾക്കായിരുന്നു അവിടെ എല്ലാത്തിനും ആധിപത്യം. ജാതിയുടെയും മതത്തിൻ്റെയും സാമ്പത്തിക പിന്നോക്കാവസ്ഥയുടെയും എല്ലാം കാര്യങ്ങൾ പറഞ്ഞ് ജനങ്ങൾ വളരെ ദുരിതപൂർണമായ ഒരു ജീവിതമാണ് താഴേക്കിടയിലുള്ള ജനങ്ങൾ അനുഭവിച്ചു പോകുന്നത്. പെൺകുട്ടികൾ പ്രായപൂർത്തിയാകുന്ന സമയത്തും വിവാഹം, ഗർഭം, മരണം തുടങ്ങിയ അവസരങ്ങളിലും യുക്തിരഹിതവും ബുദ്ധിശൂന്യവുമായ ആചാരങ്ങളാണ് അന്നത്തെ കാലത്ത് ഇവിടെ അനുഷ്ഠിച്ചു പോകുന്നത്. അതായത് പെൺകുട്ടികൾ പ്രായപൂർത്തിയാകുന്ന സമയത്ത് അവരുടെ വിവാഹം, ഗർഭകാലം, മരണം തുടങ്ങിയ സമയത്തെല്ലാം വളരെ ബുദ്ധിശൂന്യപരമായ ആചാരങ്ങളായിരുന്നു ഇവിടെ നടപ്പിലാക്കിയിരുന്നത്. ഈ ഫ്യൂഡൽ സംസ്കാരത്തിനെതിരെയാണ് കേരളത്തിലെ സാമൂഹിക പരിഷ്കർത്താക്കൾ 19-20 നൂറ്റാണ്ടുകളിൽ പ്രക്ഷോഭം ആരംഭിച്ചത്. ആര്യ സമാജം, തിയോസഫിക്കൽ സൊസൈറ്റി എന്നീ അഖിലേന്ത്യാ പരിഷ്കരണ പ്രസ്ഥാനങ്ങളും ദേശീയ പ്രസ്ഥാനങ്ങളെക്കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ അതൊക്കെ പഠിക്കുന്നുണ്ട്. കേരളത്തിൽ ഉണ്ടായിരുന്ന അവയ്ക്ക് പരിമിതമായ സ്വാധീനം മാത്രമായിരുന്നു. അപ്പോൾ ഈ ആര്യ സമാജത്തിൻ്റെയും തിയോസഫിക്കൽ സൊസൈറ്റിയുടെയും എല്ലാം പ്രവർത്തനങ്ങൾ കേരളത്തിൽ ഉണ്ടായിരുന്നെങ്കിലും അവയുടെ പ്രവർത്തനങ്ങൾ വളരെ പരിമിതമായിരുന്നു. പ്രാദേശികമായി രൂപം കൊണ്ട പരിഷ്കരണ പ്രസ്ഥാനങ്ങളാണ് പ്രധാനമായും കേരളത്തിൽ ശക്തമായ സ്വാധീനം ചെലുത്തിയത്. ജാതി വ്യവസ്ഥയുടെ കാർക്കശ്യം കേരളത്തിൽ ശക്തമായിരുന്നു. താഴ്ന്ന ജാതിക്കാരെ തൊട്ടുകൂടാത്തവരും തീണ്ടിക്കൂടാത്തവരുമായാണ് കണ്ടിരുന്നത്. ഒരു വ്യക്തിയുടെ സമൂഹത്തിലെ പദവി നിർണയിച്ചിരുന്നതിൻ്റെ അടിസ്ഥാന ഘടകമായിരുന്നു ജാതി. അപ്പോൾ ആ കാലഘട്ടത്തിൽ ഒരു വ്യക്തിയുടെ സമൂഹത്തിലെ പദവി നിർണ്ണയിക്കുന്നത് അവൻ്റെ ജാതി വെച്ചിട്ടായിരുന്നു. ജാതി വ്യവസ്ഥയുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്ന അനാചാരമായിരുന്നു പുലപ്പേടി, മണ്ണേപ്പേടി എന്നിവ. അപ്പം ആ കാലഘട്ടത്തിൽ 19-ാം നൂറ്റാണ്ടിലൊക്കെ ജാതി വ്യവസ്ഥയുമായി ബന്ധപ്പെട്ടിരുന്ന അനാചാരങ്ങളായിരുന്നു പുലപ്പേടി, മണ്ണേപ്പേടി എന്ന ആചാരം. ഉത്തര കേരളത്തിൽ പഴുക്ക എറിയൽ എന്നറിയപ്പെട്ടിരുന്ന അനാചാരമായിരുന്നു പുലപ്പേടി, മണ്ണേപ്പേടി. അപ്പോൾ ഈ പുലപ്പേടി, മണ്ണേപ്പേടി ഉത്തര കേരളത്തിൽ അറിയപ്പെട്ടിരുന്ന എന്താണ്? പഴുക്ക എറിയൽ എന്നായിരുന്നു. 1696 വേണാട് ഭരണാധികാരിയായിരുന്ന കേരളവർമ്മ തിരുവിതാംകോട് ശാസനത്തിലൂടെ ഈ അനാചാരങ്ങൾ നിരോധിച്ചു. കേരളത്തിലെ ജാതി വ്യവസ്ഥയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന പ്രധാന കൃതിയാണ് 14-ാം നൂറ്റാണ്ടിൽ രചിക്കപ്പെട്ട ശങ്കരസ്മൃതി. ശങ്കരസ്മൃതി എന്താണ്? കേരളത്തിലെ ജാതി വ്യവസ്ഥയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കൃതിയാണ്. ഇത് രചിക്കപ്പെട്ടത് 14-ാം നൂറ്റാണ്ടിലാണ്. ജാതി വ്യവസ്ഥയ്ക്കെതിരായും അന്ധവിശ്വാസങ്ങൾക്കെതിരായുമുള്ള അവബോധം കേരളത്തിൽ ഉണ്ടാവാനുണ്ടായ കാരണങ്ങൾ പറയുന്നത് ആധുനിക വിദ്യാഭ്യാസത്തിൻ്റെ പ്രചാരം. ഈ ജാതി വ്യവസ്ഥയ്ക്കും അന്ധവിശ്വാസങ്ങൾക്കും എതിരെയുള്ള പ്രവർത്തനങ്ങൾ കേരളത്തിൽ ഉണ്ടാകാനുണ്ടായ കാരണമെന്ന് പറയുന്നത് ആധുനിക വിദ്യാഭ്യാസത്തിൻ്റെ പ്രചാരം, പാശ്ചാത്യ ആശയങ്ങളോടുള്ള സമ്പർക്കം, സമൂഹത്തിലെ അസമത്വങ്ങളും അനാചാരങ്ങളും ഇല്ലാതാക്കാൻ വേണ്ടി രൂപം കൊണ്ടതാണ് പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ. സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ സാമൂഹിക മാറ്റത്തിനായുള്ള സമരങ്ങൾക്ക് പ്രചോദനം നൽകി.
അപ്പോൾ കേരളത്തിലെ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനം പാശ്ചാത്യരുടെ സ്വാധീനത്തിൽ മധ്യവർഗമാണ് ആരംഭിച്ചതും അത് നയിച്ചതും. അവർക്ക് പരമ്പരാഗത സ്ഥാപനങ്ങൾ, വിശ്വാസങ്ങൾ, സാമൂഹിക ബന്ധങ്ങൾ എന്നിവയോട് വിമർശനാത്മക മനോഭാവമാണ് ഉണ്ടായിരുന്നത്. കേരളത്തിലെ സാമൂഹിക പരിഷ്കർത്താക്കൾ എന്തെല്ലാം പരിഷ്കാരത്തിന് വേണ്ടിയാണ് നിലകൊണ്ടത്? ജാതി വിലക്കുകളുടെ ഉച്ചാടനം, അതായത് ജാതി വിലക്കുകളെ അടിച്ചമർത്തി തുടച്ചു നീക്കാനും വിദ്യാഭ്യാസം വ്യാപിപ്പിക്കാനും സ്ത്രീ ശാക്തീകരണം, സാമൂഹിക നീതി, അധ്വാന വർഗത്തിൻ്റെ ഉന്നമനം, യുക്തിചിന്തയും വിമർശന ബുദ്ധിയും, പൊതു ഇടങ്ങൾ എല്ലാവർക്കും ഉറപ്പാക്കൽ, ഇതൊക്കെയായിരുന്നു ഈ കാലഘട്ടത്തിൽ സാമൂഹിക പരിഷ്കർത്താക്കൾ പരിഷ്കാരത്തിന് വേണ്ടി മുന്നോട്ട് വെച്ച കാര്യങ്ങൾ. അല്ലെങ്കിൽ ഇതിനു വേണ്ടിയൊക്കെയായിരുന്നു ഈ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളും പരിഷ്കർത്താക്കളും ശ്രമിച്ചത്. കേരളം ഒരു ഭ്രാന്താലയം എന്ന തലക്കെട്ടോടുകൂടി നമുക്കൊരു ബോക്സ് തന്നിട്ടുണ്ട്. മലബാറിൽ അല്ലെങ്കിൽ കേരളം ഞാൻ കണ്ടതിനേക്കാൾ കവിഞ്ഞ ഒരു വിഡ്ഢിത്തം ഇതിനു മുമ്പ് എവിടെയും കണ്ടിട്ടില്ല. സവർണർ നടക്കുന്ന വഴിയിൽ കൂടി അവർണന് നടന്നുകൂടാ. ഈ മലബാറുകാരിലെല്ലാം ഭ്രാന്തന്മാരാണ്. അവരുടെ വീടുകൾ അത്രയും ഭ്രാന്താലയങ്ങൾ. ഇങ്ങനെ അഭിപ്രായപ്പെട്ട സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? സ്വാമി വിവേകാനന്ദനാണ്. സ്വാമി വിവേകാനന്ദൻ കേരള സന്ദർശനം നടത്തിയപ്പോൾ ഇവിടെ കണ്ട ആ ഒരു വഴി നടക്കാൻ പോലുമില്ലാത്ത സ്വാതന്ത്ര്യം അല്ലേ, അതിനെയൊക്കെ വിമർശിച്ചുകൊണ്ട് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞ വാക്കുകളാണ്. കേരളത്തെ ഒരു ഭ്രാന്താലയം എന്നാണ് അദ്ദേഹം വിളിച്ചത്. ആരാണ്? സ്വാമി വിവേകാനന്ദൻ. അടുത്തതാണ് ഉദയംപേരൂർ സുന്നഹദോഹസ്. എന്താണ് ഉദയംപേരൂർ സുന്നഹദോസ്? കേരളത്തിലെ ക്രൈസ്തവ സഭയെ റോമിനോട് വിധേയത്വമുള്ളവരാക്കി മാറ്റാൻ ഉദയംപേരൂരിൽ നടത്തിയ പുരോഹിത സമ്മേളനം. എന്താണ് ഉദയംപേരൂർ സുന്നഹദോസ്? കേരളത്തിലെ ക്രൈസ്തവ സഭയെ, കേരളത്തിലുണ്ടായിരുന്ന ക്രൈസ്തവ സഭയെ റോമിനോട് വിധേയത്വമുള്ളവരാക്കി മാറ്റാൻ ഉദയംപേരൂരിൽ നടത്തിയ പുരോഹിത സമ്മേളനമാണ് ഉദയംപേരൂർ സുന്നഹദോസ്. ഏത് വർഷമാണ്? AD 1599 ഉദയംപേരൂർ സുന്നഹദോസ്. AD 1599. 813 പേർ ഉദയംപേരൂർ സുന്നഹദോസിൽ പങ്കെടുത്തു. എത്ര പേരാണ് പങ്കെടുത്തത്? 813 പേര്. 133 കത്തനാര്, 20 ഡീക്കന്മാര്, 660 സാധാരണക്കാർ, അതായത് ഓരോ ഇടവകകളെ പ്രതിനിധീകരിച്ചാണ് ഇവർ പങ്കെടുത്തത്. അങ്ങനെ 813 പേരാണ് മൊത്തം പങ്കെടുത്തത്. വർഷം ഏതാണ്? 1599. ഉദയംപേരൂർ സുന്നഹദോസിൽ അധ്യക്ഷത വഹിച്ചത് അലക്സിസ് ഡി മെനസിസ് ആണ്. ഉദയംപേരൂർ സുന്നഹദോസിൽ അധ്യക്ഷത വഹിച്ചത് ആരാണ്? അലക്സിസ് ഡി മെനസിസ്. അപ്പോൾ ഉദയംപേരൂർ സുന്നഹദോസ് എന്താണ്? കേരളത്തിലെ ക്രൈസ്തവ സഭയെ റോമിനോട് വിധേയത്വമുള്ളവരായി തീർക്കാൻ വേണ്ടിയിട്ട് ഉദയംപേരൂരിൽ നടത്തിയ പുരോഹിത സമ്മേളനം AD 1599. അടുത്തതാണ് കൂനൻ കുരിശ് പ്രതിജ്ഞ. എന്താണ് കൂനൻ കുരിശ് പ്രതിജ്ഞ? സുന്നഹദോസ് തീരുമാനങ്ങളിൽ കേരളത്തിലെ സുറിയാനി ക്രിസ്ത്യാനികൾക്ക് എതിർപ്പ് പ്രകടിപ്പിക്കുകയും AD 1653 ജനുവരി 3 മട്ടാഞ്ചേരിയിലെ പഴയ കുരിശിനു മുമ്പിൽ സമ്മേളിച്ച് ലത്തീൻ ബിഷപ്പുമാരുടെ തീരുമാനങ്ങൾ അംഗീകരിക്കില്ലെന്ന് പ്രതിജ്ഞ ചെയ്യുകയും ചെയ്തു. ഇതാണ് കൂനൻ കുരിശു പ്രതിജ്ഞ. അപ്പോൾ എന്താ കൂനൻ കുരിശു പ്രതിജ്ഞ? സുന്നഹദോസിൽ കുറച്ച് തീരുമാനങ്ങളൊക്കെ എടുക്കുന്നു. ഈ തീരുമാനങ്ങൾ കേരളത്തിലെ സുറിയാനി ക്രിസ്ത്യാനികൾ ഈ തീരുമാനങ്ങൾക്ക് എതിരായിരുന്നു. അവരെന്ത് ചെയ്യുന്നു? AD 1653 ജനുവരി 3 മട്ടാഞ്ചേരിയിലെ പഴയ കുരിശിൻ്റെ മുമ്പിൽ സമ്മേളിച്ച് ലത്തീൻ ബിഷപ്പുമാരുടെ തീരുമാനങ്ങൾ അംഗീകരിക്കില്ലെന്ന് ഇവർ പ്രതിജ്ഞ ചെയ്യുന്നു. അതായത് ഈ സുന്നഹദോസിൽ എടുത്ത തീരുമാനങ്ങൾ അംഗീകരിക്കില്ല എന്ന് ഒരു വിഭാഗം ജനങ്ങൾ, അതായത് ഏത് വിഭാഗമാണ്? സുറിയാനി ക്രിസ്ത്യാനി വിഭാഗത്തിൽപ്പെട്ട ജനങ്ങൾ അവർ സുന്നഹദോസിൻ്റെ തീരുമാനങ്ങൾ അംഗീകരിക്കില്ല എന്ന് പ്രതിജ്ഞ ചെയ്യുന്നു. ഇതാണ് കൂനൻ കുരിശു പ്രതിജ്ഞ എന്ന് അറിയപ്പെടുന്നത്. ബാബിലോണിയൻ സുറിയാനി ബിഷപ്പായ മാർ അഹറ്റല്ലയെ പോർച്ചുഗീസുകാർ വധിച്ചു എന്ന പ്രചരണമാണ് കൂനൻ കുരിശു പ്രതിജ്ഞയ്ക്ക് കാരണമായത്. കൂനൻ കുരിശു പ്രതിജ്ഞയ്ക്ക് ശേഷം സുറിയാനികൾ ആർച്ച് ഡീക്കൻ തോമസിനെ മെത്രോപൊലീത്തയായി അഭിഷേകം ചെയ്തു.
അപ്പോൾ ഈ ബാബിലോണിയയിലെ സുറിയാനി ബിഷപ്പായ മാർ അഹറ്റല്ലയെ പോർച്ചുഗീസുകാർ വധിച്ചു എന്ന പ്രചാരണമായിരുന്നു കൂനൻകുരിശ് പ്രതിജ്ഞയ്ക്ക് കാരണമാകുന്നത്. കൂനൻകുരിശ് പ്രതിജ്ഞയ്ക്ക് ശേഷം സുറിയാനി ക്രിസ്ത്യാനികൾ ആർച്ച് ഡീക്കൻ തോമസിനെ, അതായത് മാർത്തോമ ഫസ്റ്റ് മെത്രോപൊലീത്തയായി അഭിഷേകം ചെയ്യുന്നു. രംഗത്ത് പോർച്ചുഗീസുകാരുടെ പരാജയത്തിനിടയാക്കിയ സംഭവമായിരുന്നു കൂനൻകുരിശ് പ്രതിജ്ഞ എന്നറിയപ്പെടുന്നത്. അടുത്തതാണ് കർമ്മലൈറ്റ്സ് ഓഫ് മേരി ഇമ്മാക്കുലേറ്റ് CMI സഭ. കുര്യാക്കോസ് ഏലിയാസ് ചാവറയുടെ നേതൃത്വത്തിൽ സ്ഥാപിതമായ സഭയാണ് കാർമലൈറ്റ് ഓഫ് മേരി ഇമ്മാക്കുലേറ്റ് CMI. അപ്പോൾ CMIയുടെ സ്ഥാപകൻ ആരാണ്? കുര്യാക്കോസ് ഏലിയാസ് ചാവറയച്ചൻ എന്ന് നമ്മൾ പറയും. 1831 മെയ് 11 CMI സഭ സ്ഥാപിതമായത് കോട്ടയം ജില്ലയിൽ മാന്നാനത്തായിരുന്നു. 1831 മെയ് 11 CMI സഭ ചാവറയച്ചൻ സ്ഥാപിച്ചത് എവിടെയാണ്? കോട്ടയം മാന്നാനത്ത്. ഇന്ത്യയിലെ ആദ്യ ക്രിസ്തീയ സന്യാസി സഭ ഏതാണ്? അത് കാർമലൈറ്റ് ഓഫ് മേരി ഇമാക്കുലേറ്റ് CMI. ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ത്യയിലെ ആദ്യ ക്രിസ്തീയ സന്യാസി സഭ. പാലക്കൽ തോമാ മാൽപ്പൻ, പേരൂക്കര തോമസ് അച്ഛൻ എന്നിവരായിരുന്നു CMI സ്ഥാപനങ്ങളിലും പ്രവർത്തനങ്ങളിലും ചാവറയച്ചൻ്റെ സഹകാരികൾ. അപ്പം ഈ CMIയുടെ പ്രവർത്തനങ്ങൾക്ക് ചാവറയച്ചനെ സഹായിച്ചവരായിരുന്നു പാലക്കൽ തോമാ മാൽപ്പനും പേരൂക്കര തോമസ് അച്ഛനും. CMI സഭയുടെ ആദ്യ സുപ്പീരിയർ ജനറലായി സേവനം അനുഷ്ഠിച്ചത് കുര്യാക്കോസ് ഏലിയാസ് ചാവറയാണ്. സിസ്റ്റേഴ്സ് ഓഫ് ദ കോൺഗ്രിഗേഷൻസ് ഓഫ് ദ മദർ ഓഫ് കാർമൽ എന്ന സന്യാസിനി സഭ 1866 സ്ഥാപിതമായി. കുര്യാക്കോസ് ഏലിയാസ് ചാവറയുടെ നേതൃത്വത്തിലാണ് അമലോത്ഭവദാസ സംഘം സ്ഥാപിതമാകുന്നത്. അമലോത്ഭവദാസ സംഘത്തിൻ്റെ സ്ഥാപനത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? അത് കുര്യാക്കോസ് ഏലിയാസ് ചാവറയാണ്. കേരളത്തിൽ അനാഥാലയങ്ങളും വിദ്യാലയങ്ങളും സ്ഥാപിക്കുന്നതിന് നേതൃത്വം നൽകിയ നവോത്ഥാന നായകനാണ് കുര്യാക്കോസ് ഏലിയാസ് ചാവറ. അപ്പോൾ കേരളത്തിൽ അനാഥാലയങ്ങൾ വിദ്യാലയങ്ങൾ സ്ഥാപിക്കാൻ നേതൃത്വം നൽകിയ നവോത്ഥാന നായകൻ ആരാണ്? കുര്യാക്കോസ് ഏലിയാസ് ചാവറയാണ്. അടുത്തത് നമ്മൾ ചാനാർ ലഹളയെക്കുറിച്ചാണ് പഠിക്കുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഹെഡിങ് ആണ് ചാനാർ ലഹള. നോട്ട് ചെയ്ത് വെച്ച് പഠിക്കണം കേട്ടോ. കേരളത്തിലെ ആദ്യ സാമൂഹിക പ്രക്ഷോഭം. ചാനാർ ലഹളയുടെ മറ്റൊരു പേരാണ് മേൽമുണ്ട് സമരം. ചാനാർ ലഹളയുടെ മറ്റൊരു പേരെന്താണ്? മേൽമുണ്ട് സമരം എന്നാണ്. ചാനാർ സമുദായത്തിലെ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാനുള്ള അവകാശത്തിനായി തിരുവിതാംകൂറിൽ 1859 നടന്ന സമരമാണ് ചാനാർ ലഹള അല്ലെങ്കിൽ മേൽമുണ്ട് സമരം. എന്താണ് ചാനാർ ലഹള? ചാനാർ സമുദായത്തിലെ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാനുള്ള അവകാശത്തിനായി തിരുവിതാംകൂറിൽ 1859 നടന്ന സമരമാണ് ചാനാർ ലഹള അല്ലെങ്കിൽ മേൽമുണ്ട് സമരം. സമൂഹത്തിലെ സവർണ സ്ത്രീകൾക്കുണ്ടായിരുന്നതുപോലെ വസ്ത്രം ധരിക്കാനുള്ള അവകാശം ചാനാർ സ്ത്രീകൾക്കുണ്ടായിരുന്നില്ല. 1822 മേൽമുണ്ട് സമരത്തിന് നേതൃത്വം നൽകിയത് വൈകുണ്ഠസ്വാമിയാണ്. അപ്പോൾ 1859 മുമ്പ് മേൽമുണ്ട് സമരം ഉണ്ടാകുന്നു. അതിന് നേതൃത്വം കൊടുത്തത് 1822 നേതൃത്വം കൊടുത്തത് ആരാണ്? വൈകുണ്ഠസ്വാമിയാണ്. അപ്പോൾ മേൽമുണ്ട് സമരത്തിന് 1822 നേതൃത്വം നൽകിയത്, ആദ്യകാലങ്ങളിൽ നേതൃത്വം നൽകിയത് ആരായിരുന്നു? വൈകുണ്ഠസ്വാമിയാണ്. വൈകുണ്ഠസ്വാമികളുടെ നേതൃത്വത്തിൽ തിരുവിതാംകൂറിൽ നടത്തിയ മേൽമുണ്ട് സമരം 1859 ചാനാർ ലഹളയ്ക്ക് പ്രചോദനമാകുന്നു. ക്രിസ്തു മതത്തിലേക്ക് പരിവർത്തനം ചെയ്താൽ ചാനാർ സ്ത്രീകൾക്ക് കുപ്പായം കൊണ്ട് ശരീരം മറയ്ക്കാൻ അനുവാദം നൽകിയ ദിവാനായിരുന്നു കേണൽ മൺറോ. അപ്പോൾ കേണൽ മൺറോ സൂത്രശാലിയായിരുന്നു. ക്രിസ്തുമതത്തിലേക്ക് പരിവർത്തനം ചെയ്ത ചാനാർ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാൻ അവകാശം നൽകി. ആര്? കേണൽ മൺറോ. കേണൽ മൺറോ ആരാന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചായിരുന്നു കേട്ടോ. കണക്ട് ചെയ്ത് പഠിച്ചോണം. 1859 ജൂലൈ 26 ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ ചാനാർ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാനുള്ള അനുവാദം നൽകിക്കൊണ്ട് വിളംബരം പുറപ്പെടുവിക്കുന്നു. ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയെക്കുറിച്ച് പഠിച്ചപ്പോൾ നമ്മൾ ചാനാർ ലഹളയെക്കുറിച്ച് പഠിച്ചായിരുന്നു. ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ ചാനാർ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാൻ അവകാശം നൽകിയത് എന്നാണ്? 1859 ജൂലൈ 26. 1859 ജൂലൈ 26. ഏത് തിരുവിതാംകൂർ രാജാവാണ് ചാനാർ സ്ത്രീകൾക്ക് മേൽമുണ്ട് ധരിക്കാൻ അനുവാദം നൽകിയതെന്ന് ചോദിച്ചാൽ ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ് കേട്ടോ.
അടുത്തതാണ് മലയാളി മെമ്മോറിയൽ. സർക്കാർ ജോലികളിൽ തിരുവിതാംകൂർക്ക് മതിയായ പ്രാതിനിധ്യം ആവശ്യപ്പെട്ടുകൊണ്ട് നടന്ന സംഭവമാണ് മലയാളി മെമ്മോറിയൽ. എന്താണ് മലയാളി മെമ്മോറിയൽ? സർക്കാർ ജോലികളിൽ തിരുവിതാംകൂറുകാർക്ക് മതിയായ പ്രാതിനിധ്യം ആവശ്യപ്പെട്ട് നടന്ന സമരമാണ് മലയാളി മെമ്മോറിയൽ. തിരുവിതാംകൂറിൽ രാഷ്ട്രീയ പ്രക്ഷോഭം ആരംഭിക്കാൻ കാരണമായ സംഭവവും മലയാളി മെമ്മോറിയലാണ്. മലയാളി മെമ്മോറിയലിൻ്റെ മുദ്രാവാക്യമാണ് തിരുവിതാംകൂർ തിരുവിതാംകൂറുകാർക്ക്. തിരുവിതാംകൂർ തിരുവിതാംകൂറുകാർക്ക് എന്ന മുദ്രാവാക്യം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ മലയാളി മെമ്മോറിയലാണ്. തിരുവിതാംകൂർ തിരുവിതാംകൂറുകാർക്ക് എന്ന ലഘുലേഖനം എഴുതിയത് ബാരിസ്റ്റർ G.P. പിള്ളയാണ്. തിരുവിതാംകൂർ തിരുവിതാംകൂറുകാർക്ക് എന്ന ലഘുലേഖനം എഴുതിയത് ആരാണ്? ബാരിസ്റ്റർ G.P. പിള്ള. ഉന്നത ജോലികൾ തദ്ദേശീയർക്ക് നൽകുക എന്നതായിരുന്നു മലയാളി മെമ്മോറിയലിൻ്റെ ലക്ഷ്യം. തിരുവിതാംകൂറിലെ സർക്കാർ ഉദ്യോഗങ്ങളിൽ വിദേശ ബ്രാഹ്മണർക്കുണ്ടായിരുന്ന അമിത പ്രാധാന്യം ഇല്ലാതാക്കുന്നതിനായി G.P. പിള്ളയുടെ നേതൃത്വത്തിൽ, അപ്പം മലയാളി മെമ്മോറിയലിന് നേതൃത്വം നൽകിയത് ആരാ? G.P. പിള്ള. G.P. പിള്ളയുടെ നേതൃത്വത്തിൽ 10,028 പേർ ഒപ്പിട്ട ഒരു നിവേദനം. മലയാളി മെമ്മോറിയൽ എത്ര പേരാണോ ഒപ്പിട്ടിരിക്കുന്നത്? PSCയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഈ സെൻറ്റൻസുകളെല്ലാം 10,028 പേർ ഒപ്പിടുന്നു. ഈ നിവേദനം 1891 ജനുവരി 1 തിരുവിതാംകൂർ രാജാവായിരുന്ന ശ്രീമൂലം തിരുനാളിനാണ് സമർപ്പിച്ചത്. അപ്പോൾ മലയാളി മെമ്മോറിയൽ എന്നാണ് സമർപ്പിച്ചത്? 1891 ജനുവരി 1. ഏത് തിരുവിതാംകൂർ രാജാവിനാണ് മലയാളി മെമ്മോറിയൽ സമർപ്പിച്ചത്? അത് ശ്രീമൂലം തിരുനാളിനാണ്. ശ്രീമൂലം തിരുനാളിന് 10,028 പേർ ഒപ്പിട്ട നിവേദനമായിട്ട് G.P. പിള്ളയുടെ നേതൃത്വത്തിലാണ് മലയാളി മെമ്മോറിയൽ തയ്യാറാക്കി ശ്രീമൂലം തിരുനാളിന് 1891 ജനുവരി 1 സമർപ്പിക്കുന്നത്. മലയാളി മെമ്മോറിയലിൽ ആദ്യം ഒപ്പുവെച്ചത് K.P. ശങ്കരമേനോനാണ്. ആരാണ് മലയാളി മെമ്മോറിയലിൽ ആദ്യം ഒപ്പുവെച്ചത്? K.P. ശങ്കരമേനോൻ. ഡോക്ടർ പൽപ്പു ആണ് മലയാളി മെമ്മോറിയലിൽ മൂന്നാമതായി ഒപ്പുവെച്ചത്. മലയാളി മെമ്മോറിയലിൽ മൂന്നാമത് ഒപ്പുവെച്ചത് ഡോക്ടർ പൽപ്പുവും ആദ്യം ഒപ്പുവെച്ചത് K.P. ശങ്കരമേനോൻ. മലയാളി മെമ്മോറിയൽ സമർപ്പിച്ച സമയത്തെ ദിവാനായിരുന്നു T. രാമറാവു. മലയാളി മെമ്മോറിയൽ തയ്യാറാക്കാൻ നിയമസഹായം നൽകിയ വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ അത് എഡ്ലി നോർട്ടൺ ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മലയാളി മെമ്മോറിയൽ തയ്യാറാക്കാൻ നിയമസഹായം നൽകിയ വ്യക്തിയാണ് എഡ്ലി നോർട്ടൺ. അവിടെ G.P. പിള്ള എന്നൊന്നും എഴുതരുത്. G.P. പിള്ള മലയാളി മെമ്മോറിയലിന് നേതൃത്വം നൽകിയതാണ്. മലയാളി മെമ്മോറിയലിന് വേണ്ട നിയമസഹായം നൽകിയത് എഡ്ലി നോർട്ടൺ ആണ്. മലയാളി മെമ്മോറിയലിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച സാഹിത്യകാരനാണ് C.V. രാമൻ പിള്ള. മലയാളി മെമ്മോറിയലിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച സാഹിത്യകാരനാരാണ്? C.V. രാമൻ പിള്ള. മിതഭാഷി എന്ന പത്രത്തിലൂടെ മലയാളി മെമ്മോറിയലിനെ കുറിച്ച് C.V. രാമൻ പിള്ള എഡിറ്റോറിയൽ എഴുതി. പിന്നീട് ഇത് വിദേശീയ മേധാവിത്വം എന്നൊരു പേരിൽ പുസ്തകമാക്കി. അപ്പം മലയാളി മെമ്മോറിയലിനെ കുറിച്ച് ഏത് പത്രത്തിലാണ് C.V. രാമൻ പിള്ള ലേഖനം എഴുതിയത്? മിതഭാഷി എന്ന പത്രത്തിൽ. ഇത് പിന്നീട് എന്താകുന്നു? വിദേശീയ മേധാവിത്വം എന്ന പേരിൽ പുസ്തകമാക്കി പ്രസിദ്ധീകരിക്കുന്നു. അടുത്തതാണ് എതിർ മെമ്മോറിയൽ. മലയാളി മെമ്മോറിയലിനെ തകർക്കുക എന്ന ഉദ്ദേശ്യത്തോടെ തമിഴ് ബ്രാഹ്മണർ, ഹിന്ദു മലയാളികൾ, ക്രൈസ്തവ മലയാളികൾ എന്നിങ്ങനെ വിവിധ വിഭാഗത്തിലുള്ള ആളുകൾ ചേർന്ന് ഒപ്പിട്ട ഒരു മെമ്മോറിയൽ 1891 ജൂൺ 3 തിരുവിതാംകൂർ രാജാവായിരുന്ന ശ്രീമൂലം തിരുനാളിന് സമർപ്പിച്ചു. ഇതാണ് എതിർ മെമ്മോറിയൽ എന്നറിയപ്പെടുന്നത്. അപ്പം എന്താണ് എതിർ മെമ്മോറിയൽ? അത് മലയാളി മെമ്മോറിയലിനെ തകർക്കാൻ വേണ്ടിയിട്ട് തമിഴ് ബ്രാഹ്മണർ, ദെൻ ഇവിടുത്തെ തിരുവിതാംകൂറിലെ ക്രൈസ്തവർ എന്നിവർ ചേർന്ന് ഒപ്പിട്ട ഒരു മെമ്മോറിയൽ 1891 ജൂൺ 3. അപ്പം 1891 ജനുവരി 1 നമ്മൾ മലയാളി മെമ്മോറിയൽ സമർപ്പിക്കുന്നു. ഇതിനെതിരായിട്ട് 1891 ജൂൺ 3 എതിർ മെമ്മോറിയൽ തിരുവിതാംകൂർ രാജാവിന് സമർപ്പിക്കുന്നു. ഇതിന് നേതൃത്വം നൽകിയത് E. രാമയ്യരും രാമനാഥൻ റാവുവുമായാണ്. എതിർ മെമ്മോറിയലിന് നേതൃത്വം കൊടുത്തത് E. രാമയ്യർ, രാമനാഥൻ റാവു എന്നിവരാണ്. അടുത്തതാണ് ഈഴവ മെമ്മോറിയൽ. മലയാളി മെമ്മോറിയൽ, എതിർ മെമ്മോറിയൽ, ഈഴവ മെമ്മോറിയൽ, ചാനാർ ലഹളയൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഈഴവ സമുദായത്തിൻ്റെ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിനായി ഡോക്ടർ പൽപ്പുവിൻ്റെ നേതൃത്വത്തിൽ, അപ്പോൾ ഈഴവ മെമ്മോറിയൽ ആരുടെ നേതൃത്വത്തിലാണ്? ഡോക്ടർ പൽപ്പുവിൻ്റെ നേതൃത്വത്തിൽ.
13,176 പേർ ഒപ്പിട്ട ഒരു ഹർജി 1896 സെപ്റ്റംബർ 3 തിരുവിതാംകൂർ രാജാവായിരുന്ന ശ്രീമൂലം തിരുനാളിന് സമർപ്പിക്കുന്നു. അപ്പം മലയാളി മെമ്മോറിയലും എതിർ മെമ്മോറിയലും ഈഴവ മെമ്മോറിയലും സമർപ്പിച്ച തിരുവിതാംകൂർ രാജാവ് ആരാണ്? അത് ശ്രീമൂലം തിരുനാളിനാണ്. എന്നാണ് ഈ ഈഴവ മെമ്മോറിയൽ സമർപ്പിച്ചത്? 1896 സെപ്റ്റംബർ 3 ഏത് തിരുവിതാംകൂർ രാജാവിനാണ് സമർപ്പിക്കുന്നത്? ശ്രീമൂലം തിരുനാളിനാണ് സമർപ്പിക്കുന്നത്. ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ട സമയത്ത് ദിവാൻ ശങ്കര സുബയ്യ ആയിരുന്നു. 1900 രണ്ടാം ഈഴവ മെമ്മോറിയൽ സമർപ്പിച്ചത് കഴ്സൺ പ്രഭുവിനാണ്. കഴ്സൺ പ്രഭു നമ്മുടെ തിരുവിതാംകൂർ സന്ദർശിച്ചപ്പോൾ രണ്ടാം ഈഴവ മെമ്മോറിയൽ അദ്ദേഹത്തിന് സമർപ്പിക്കുന്നു. ഇപ്പോൾ ഈഴവ മെമ്മോറിയലോ മലയാളി മെമ്മോറിയലൊക്കെ നല്ലതുപോലെ പഠിക്കണം കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കണം. അടുത്ത നവോത്ഥാന പ്രസ്ഥാനമാണ് സമത്വ സമാജം. സമത്വ സമാജത്തിൻ്റെ സ്ഥാപകൻ വൈകുണ്ഠസ്വാമികളാണ്. 1836 സമത്വ സമാജം രൂപീകരിക്കുന്നത്. കേരളത്തിലെ ആദ്യത്തെ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനമായി പരിഗണിക്കപ്പെടുന്നത് സമത്വ സമാജമാണ്. അപ്പം കേരളത്തിലെ ആദ്യത്തെ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. കേരളത്തിലെ ആദ്യത്തെ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനം ഏതാണ്? സമത്വ സമാജമാണ് രൂപീകരിച്ചത് വൈകുണ്ഠസ്വാമികൾ 1836. ജാതിചിന്ത നിലനിന്നിരുന്ന കാലത്ത് മനുഷ്യരെല്ലാം സമന്മാരാണെന്ന ബോധം സൃഷ്ടിക്കുന്നതിനായി രൂപീകരിച്ച പ്രസ്ഥാനമാണ്. സമത്വ സമാജം സ്ഥാപിക്കപ്പെട്ട സ്ഥലം ശുചീന്ദ്രമാണ്. തമിഴ്നാട് കന്യാകുമാരി ജില്ലയിലെ ശുചീന്ദ്രത്താണ് സമത്വ സമാജം സ്ഥാപിക്കപ്പെട്ടത്. അടുത്തത് ശ്രീനാരായണ ധർമ്മപരിപാലന യോഗം അഥവാ SNDP. SNDPയുടെ സ്ഥാപകൻ ശ്രീനാരായണ ഗുരുവാണ്. 1903 മെയ് 15 മലയാള മാസം 1078 ഇടവം 2 SNDP സ്ഥാപിതമാകുന്നത്. SNDPയുടെ ആസ്ഥാനം കൊല്ലത്താണ്. സുനിശ്ചിതമായ ഭരണഘടനയും പ്രവൃത്തി പദ്ധതിയും കാലാകാലങ്ങളിൽ തിരഞ്ഞെടുപ്പ് സമ്പ്രദായങ്ങളുമുള്ള കേരളത്തിലെ ആദ്യത്തെ ജനകീയ സംഘടനയാണ് SNDP. SNDPയുടെ ആജീവനാന്ത ഇമ്പോർട്ടൻ്റ് ആണ്. SNDPയുടെ ആജീവനാന്ത അധ്യക്ഷൻ ശ്രീനാരായണ ഗുരുവും ഉപ അധ്യക്ഷൻ ഡോക്ടർ പാൽപു, ആദ്യത്തെ സെക്രട്ടറി SNDPയുടെ ആദ്യ സെക്രട്ടറി കുമാരനാശൻ. അപ്പം ആജീവനാന്ത അധ്യക്ഷൻ ആരാണ്? ശ്രീനാരായണ ഗുരു, ഉപാധ്യക്ഷൻ ഡോക്ടർ പാൽപു, ആദ്യത്തെ സെക്രട്ടറി കുമാരനാശൻ എന്നിവരായിരുന്നു. അരുവിപ്പുറം തീർത്ഥാടകർക്ക് ഭക്ഷണ വിതരണത്തിനായി ആരംഭിച്ച സമിതിയായിരുന്നു വാവൂട്ട് യോഗം. എന്താണ് വാവൂട്ട് യോഗം? അരുവിപ്പുറം തീർത്ഥാടകർക്ക് ഭക്ഷണ വിതരണത്തിനായി ആരംഭിച്ച ഒരു സമിതിയാണ് വാവൂട്ട് യോഗം. ഈ വാവൂട്ട് യോഗം SNDP യോഗത്തിൻ്റെ മുൻഗാമി എന്നറിയപ്പെടുന്നു. പലതവണ PSC ചോദിച്ചിട്ടുണ്ട്. SNDP യോഗത്തിൻ്റെ മുൻഗാമി എന്താണത്? വാവൂട്ട് യോഗമാണ്. അരുവിപ്പുറം ക്ഷേത്രയോഗം SNDPയുടെ രൂപീകരണത്തിന് കാരണമാകുന്നു. 1898 അരുവിപ്പുറം ക്ഷേത്രയോഗം രൂപീകൃതമായത്. അപ്പം എന്നാണ് അരുവിപ്പുറം ക്ഷേത്രയോഗം? 1898 രൂപീകൃതമാകുന്നത്. ഡോക്ടർ പൽപുവിൻ്റെ പ്രേരണയാലാണ് ശ്രീനാരായണ ഗുരു SNDP സ്ഥാപിച്ചത്. അപ്പോൾ ശ്രീനാരായണ ഗുരുവിനെ SNDP സ്ഥാപിക്കാൻ പ്രചോദനമായത് ഡോക്ടർ പൽപുവും ഡോക്ടർ പൽപുവിനെ പ്രചോദനമായത് സ്വാമി വിവേകാനന്ദനുമായിരുന്നു. 1904 ശ്രീനാരായണ ഗുരു ശിവഗിരി മഠം സ്ഥാപിച്ചു. 1904 ശിവഗിരി മഠം സ്ഥാപിക്കുന്നു. ശ്രീനാരായണ ഗുരുവിൻ്റെ നേതൃത്വത്തിൽ 1904 രൂപീകൃതമായ സ്ത്രീ സമാജത്തിൻ്റെ അധ്യക്ഷ മാതാ പെരുമാളായിരുന്നു. വിവേകോദയം. SNDPയുടെ ആദ്യ മുഖപത്രം ആരംഭിച്ചത് 1904 മെയ് 13 അതാണ് വിവേകോദയം. 1904 മെയ് 13 SNDPയുടെ മുഖപത്രം ഇറങ്ങുന്നു. അതിൻ്റെ പേരെന്താണ്? വിവേകോദയം. ഇതിൻ്റെ സ്ഥാപകൻ കുമാരനാശാനാണ്. വിവേകോദയത്തിൻ്റെ സ്ഥാപകൻ കുമാരനാശാനാണ്. 1904 വിവേകോദയം ആരംഭിച്ചപ്പോഴുള്ള ഔദ്യോഗിക പത്രാധിപർ M ഗോവിന്ദനായിരുന്നു. ഈഴവ ഗസറ്റ് എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നത് വിവേകോദയമാണ്. സ്വാമി വിവേകാനന്ദനോടുള്ള ആദരസൂചകമായിട്ടാണ് വിവേകോദയം പത്രത്തിന് ആ പേര് നൽകിയിരിക്കുന്നത്. കുമാരനാശാൻ തൻ്റെ ശ്രീബുദ്ധ ചരിത്രം എന്ന പരിഭാഷ പ്രസിദ്ധീകരിച്ച മാസിക വിവേകോദയമാണ്. പിൽക്കാലത്ത് CR കേശവൻ വൈദ്യർ വിവേകോദയം വിലയ്ക്ക് വാങ്ങി പ്രസിദ്ധീകരിച്ചു. SNDPയുടെ ഇപ്പോഴത്തെ മുഖപത്രം യോഗാനാഥവും ആദ്യ കാലഘട്ടത്തിൽ ഇതിൻ്റെ പേരെന്താണ്? വിവേകോദയം എന്നായിരുന്നു.
അടുത്ത പ്രസ്ഥാനമാണ് ഈഴവ മഹാസഭ. ഈഴവ മഹാസഭ 1896 ഡോക്ടർ പൽപ്പു ആണ് സ്ഥാപിക്കുന്നത്. ഈഴവ മഹാസഭ ആരാ സ്ഥാപിക്കുന്നത്? 1896 ഡോക്ടർ പൽപ്പു ആണ് ഈഴവ മഹാസഭ സ്ഥാപിക്കുന്നത്. ഗ്രേറ്റർ ഈഴവ അസോസിയേഷൻ അല്ലെങ്കിൽ മഹാ ഈഴവ സംഘം, ഈഴവ മഹാസഭ എന്ന സംഘടനയുടെ സ്ഥാപകൻ ഡോക്ടർ പൽപ്പു ആണ്. എന്താണ്? ഗ്രേറ്റർ ഈഴവ അസോസിയേഷൻ, അല്ലെങ്കിൽ അതിന് പറയുന്ന മറ്റു പേരുകളാണ് മഹാ ഈഴവ സംഘം എന്നും ഈഴവ മഹാസഭ എന്നും. ഈ സംഘടനയുടെ സ്ഥാപകൻ ആരാണ്? ഡോക്ടർ പൽപ്പു. മഹാ ഈഴവ സംഘത്തിൻ്റെ ആദ്യ സമ്മേളനം തിരുവനന്തപുരത്താണ് നടന്നത്. 1902 ഈഴവ അസോസിയേഷൻ അല്ലെങ്കിൽ ഈഴവ സമാജം TK മാധവനാണ് സ്ഥാപിക്കുന്നത്. ഈഴവ സമാജം എന്താകുന്നു? ഈഴവ അസോസിയേഷനായിട്ട് മാറുന്നു. അടുത്ത സാമൂഹ്യ മത നവീകരണ പ്രസ്ഥാനമാണ് സാധുജന പരിപാലന സംഘം. സമൂഹത്തിലെ അനാചാരങ്ങളും അസമത്വങ്ങളും ഇല്ലാതാക്കുന്നതിനു വേണ്ടി അയ്യങ്കാളി ആരംഭിച്ച പ്രസ്ഥാനമാണ് സാധുജന പരിപാലന സംഘം 1907. അപ്പോൾ സാധുജന പരിപാലന സംഘം ആരംഭിച്ചത് ആരാണ്? അയ്യങ്കാളിയാണ്. വർഷം 1907. 1938 സാധുജന പരിപാലന സംഘത്തിൻ്റെ പേര് പുലയ മഹാസഭ എന്നാകുന്നു. 1907 വന്ന സാധുജന പരിപാലന സംഘത്തിൻ്റെ പേര് 1938 സാധുജന പരിപാലന സംഘം എന്നത് പുലയ മഹാസഭയാകുന്നു. സാധുജന പരിപാലന സംഘം രൂപീകരിക്കുന്നതിന് അയ്യങ്കാളിക്ക് പ്രചോദനമായത് SNDP ആയിരുന്നു. SNDP എന്ന സംഘടനയുടെ പ്രവർത്തനങ്ങളിൽ പ്രചോദനമായിട്ടാണ് അയ്യങ്കാളി സാധുജന പരിപാലന സംഘത്തിന് രൂപം നൽകുന്നത്. താഴ്ന്ന ജാതിക്കാർക്ക് പൊതുനിരത്തിലൂടെ യാത്രാ സ്വാതന്ത്ര്യം, സ്കൂളുകളിൽ പ്രവേശനം എന്നിവ അനുവദിക്കുക ഇവയായിരുന്നു ഈ സാമൂഹിക പ്രസ്ഥാനത്തിൻ്റെ ലക്ഷ്യങ്ങൾ. താഴ്ന്ന ജാതിക്കാർക്ക് പൊതുനിരത്തിലൂടെ യാത്രാ സ്വാതന്ത്ര്യം വേണം, സ്കൂളുകളിൽ കുട്ടികൾക്ക് പ്രവേശനം അനുവദിക്കുക ഇവയൊക്കെയായിരുന്നു ഈ പ്രസ്ഥാനത്തിൻ്റെ ലക്ഷ്യം. ഇനി സാധുജന പരിപാലന സംഘത്തിൻ്റെ മുഖപത്രമാണ് സാധുജന പരിപാലിനി. 1913 ഇത് പ്രസിദ്ധീകരണം ആരംഭിക്കുന്നത്. സാധുജന പരിപാലനിയുടെ മുഖ്യ പത്രാധിപരായിരുന്നു ചെമ്പത്തറ കാളിച്ചോതി കറുപ്പൻ. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. സാധുജന പരിപാലന സംഘത്തിൻ്റെ മുഖ്യ പത്രാധിപർ ആരായിരുന്നു? ചെമ്പത്തറ കാളിച്ചോതി കറുപ്പൻ. ഇന്ത്യയിലെ ആദ്യത്തെ ദളിത് പത്രമായി അറിയപ്പെടുന്നത് സാധുജന പരിപാലനയാണ്. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ ദളിത് പത്രം ഏതാണ്? അത് സാധുജന പരിപാലനയാണ്. സാധുജന പരിപാലനി പ്രസിദ്ധീകരണം ആരംഭിച്ച സ്ഥലം ചങ്ങനാശ്ശേരിയാണ്. സാധുജന പരിപാലനി പ്രസിദ്ധീകരണം ആരംഭിച്ച സ്ഥലം ഏതാണ്? ചങ്ങനാശ്ശേരിയിൽ സുദർശന പ്രസ്സാണ്. അടുത്തത് നമ്മൾ VT ഭട്ടതിരിപ്പാടിൻ്റെ യോഗക്ഷേമ സഭയെക്കുറിച്ചാണ് പറയുന്നത്. യോഗക്ഷേമ സഭ നിലവിൽ വരുന്നത് 1908 ഇതിൻ്റെ ആദ്യ സമ്മേളനം നടക്കുന്നത് ആലുവായിൽ വെച്ചാണ്. അപ്പോൾ യോഗക്ഷേമ സഭയുടെ ആദ്യ സമ്മേളനം 1908 എവിടെ നടക്കുന്നു? ആലുവായിൽ വെച്ച് നടക്കുന്നു. യോഗക്ഷേമ സഭയുടെ മുദ്രാവാക്യമാണ് നമ്പൂതിരിയെ മനുഷ്യനാക്കുക. അതായത് നമ്പൂതിരിയെ മനുഷ്യനാക്കുക എന്ന് വെച്ചാൽ ഈ നമ്പൂതിരിമാരുടെ ഇടയിൽ ആ ബ്രാഹ്മണന്മാരുടെ ഇടയിൽ നടന്ന അനാചാരങ്ങളെ മാറ്റി അവരെയും നവോത്ഥാനത്തിലേക്ക് കൊണ്ടുവരാനാണ് ഈ സംഘടന ശ്രമിച്ചത്. ഈ യോഗക്ഷേമ സഭയുടെ ആദ്യത്തെ അധ്യക്ഷൻ ദേശമംഗലം ശങ്കരൻ നമ്പൂതിരിപ്പാട് ആയിരുന്നു. യോഗക്ഷേമ സഭയുടെ മുദ്രാവാക്യം എന്താണ്? നമ്പൂതിരിയെ മനുഷ്യനാക്കുക എന്നത്. യോഗക്ഷേമ സഭയുടെ മുഖപത്രമാണ് മംഗളോദയം. യോഗക്ഷേമ സഭയുടെ മുഖപത്രം മംഗളോദയം. കവിയായ ചങ്ങമ്പുഴയായിരുന്നു മംഗളോദയത്തിൻ്റെ ആദ്യത്തെ എഡിറ്റർ. ഉണ്ണി നമ്പൂതിരി, യോഗക്ഷേമം എന്നിവ യോഗക്ഷേമ സഭ പുറത്തിറക്കിയ 2 മാസികകളാണ്. യോഗക്ഷേമ സഭയുടെ പ്രധാന പ്രവർത്തകനായിരുന്നു VT ഭട്ടതിരിപ്പാട്. PSCയുടെ ചോദ്യപ്രകാരം യോഗക്ഷേമ സഭയുടെ സ്ഥാപകൻ എന്നതിൻ്റെ ഉത്തരം എന്താ? VT ഭട്ടതിരിപ്പാടാണ്. പക്ഷേ ആക്ച്വലി ആരാണത്? ദേശമംഗലം ശങ്കരൻ നമ്പൂതിരിപ്പാടായിരുന്നു. 1919 VTയുടെ നേതൃത്വത്തിൽ നമ്പൂതിരി യുവജന സംഘം എന്ന സംഘടന രൂപീകരിക്കപ്പെടുന്നു. പേരാമംഗലം സമ്മേളനത്തിൽ 1933 വെച്ച് യോഗക്ഷേമ സഭ വിധവാ പുനർവിവാഹം പ്രമേയം പാസാക്കുന്നു. അന്തർജന സമാജം, ബഹുമത സമൂഹം എന്നിവയുടെ സ്ഥാപകനും VT ഭട്ടതിരിപ്പാടാണ്. യോഗക്ഷേമ സഭയൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. കാരണം ആ ഭാഗത്തു നിന്നൊക്കെ ഒരുപാട് ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നതാണ്. അടുത്തതാണ് പ്രത്യക്ഷരക്ഷാ ദേവസഭ. പ്രത്യക്ഷരക്ഷാ ദേവസഭയുടെ സ്ഥാപകൻ പൊയ്കയിൽ കുമാരഗുരുദേവനാണ്.
പ്രത്യക്ഷരക്ഷാ ദേവസഭയുടെ സ്ഥാപകൻ പൊയ്കയിൽ കുമാര ഗുരുദേവനാണ്. 1909 ഇത് സ്ഥാപിതമാകുന്നത്. ആസ്ഥാനം തിരുവല്ല ഇരവിപേരൂരായിരുന്നു. പ്രത്യക്ഷരക്ഷാ ദേവസഭയുടെ ആസ്ഥാനം തിരുവല്ലയിലെ ഇരവിപേരൂര്. പ്രത്യക്ഷരക്ഷാ ദേവസഭയുടെ ഉപ ആസ്ഥാനങ്ങൾ അമരംകുന്നും ഉദിയൻകുളങ്ങരയുമാണ്. ഇതിൻ്റെ PRDS എന്ന് പറയും. ഇതിൻ്റെ പ്രസിദ്ധീകരണമാണ് ആദിയാർ ദീപം. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ. ആദിയാർ ദീപം ഏത് സംഘടനയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പ്രത്യക്ഷരക്ഷാ ദേവസഭ. ആരാണ് ഇതിൻ്റെ സ്ഥാപകൻ? പൊയ്കയിൽ കുമാര ഗുരുദേവൻ. പ്രത്യക്ഷരക്ഷാ ദേവസഭയുടെ തലവൻ എന്ന നിലയിൽ പൊയ്കയിൽ യോഹന്നാന് ലഭിച്ച ആത്മീയ അപരനാമമാണ് കുമാര ഗുരുദേവൻ. അപ്പോൾ കുമാര ഗുരുദേവൻ എന്നറിയപ്പെടുന്നത് പൊയ്കയിൽ യോഹന്നാനാണ്. പൊയ്കയിൽ അപ്പച്ചൻ എന്നറിയപ്പെടുന്നു. ഇവയെല്ലാം ആരാണ്? ഒരാൾ തന്നെയാണ് കേട്ടോ. അടുത്തതാണ് നായർ സർവീസ് സൊസൈറ്റി അല്ലെങ്കിൽ NSS. മന്നത്ത് പത്മനാഭൻ്റെ പ്രവർത്തന ഫലമായി രൂപം കൊണ്ട സംഘടനയാണ് NSS. മന്നത്ത് പത്മനാഭൻ്റെ പ്രവർത്തന ഫലമായി രൂപം കൊണ്ട സംഘടനയാണ് NSS. 1914 ഒക്ടോബർ 31 NSS രൂപം കൊള്ളുന്നത്. മലയാള വർഷം 1990 തുലാമാസം 15. മന്നത്ത് പത്മനാഭനോടൊപ്പം നായർ സമുദായത്തിൻ്റെ ഉന്നമനത്തിനായി പ്രവർത്തിച്ചവരാണ് ചങ്ങനാശ്ശേരി പരമേശ്വരൻ പിള്ള, അമ്പലപ്പാട്ട് ദാമോദരനാശാൻ, കളത്തിൽ വേലായുധൻ നായർ എന്നിവർ. മന്നത്ത് പത്മനാഭന് മുൻപ് CV രാമൻപിള്ളയും C കൃഷ്ണപിള്ള എന്നിവർ നായർ സമുദായത്തിൻ്റെ ഉന്നമനത്തിനായി പ്രവർത്തിച്ചു. ഗോപാലകൃഷ്ണ ഗോഖലെയുടെ സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റിയുടെ മാതൃകയിൽ രൂപീകരിക്കപ്പെട്ട സംഘടനയാണ് NSS. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഗോപാലകൃഷ്ണ ഗോഖലെയുടെ സെർവൻറ്റ് ഓഫ് ഇന്ത്യ സൊസൈറ്റിയുടെ സാദൃശ്യമുള്ള കേരളത്തിലെ പ്രസ്ഥാനം ഏതാണ്? NSS. മലയാളി സഭ, കേരളീയ നായർ സംഘടന എന്നീ പേരുകളിൽ അറിയപ്പെട്ട സംഘടനയും NSS ആയിരുന്നു. NSSൻ്റെ ആസ്ഥാനം കോട്ടയം ചങ്ങനാശ്ശേരിയിലെ പെരുന്നയാണ്. ആദ്യ പ്രസിഡന്റ് K കേളപ്പനും ആദ്യ സെക്രട്ടറി മന്നത്ത് പത്മനാഭനുമാണ്. ആദ്യത്തെ ട്രഷറർ പനങ്ങോട്ട് കേശവ പണിക്കറാണ്. നായർ വൃദ്ധജന സംഘം എന്നതായിരുന്നു നായർ സർവീസ് സൊസൈറ്റിയുടെ ആദ്യകാല നാമം. ഇതിൽ നിന്നൊക്കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അതുകൊണ്ട് നല്ലതുപോലെ ഒന്ന് കേട്ട് പഠിച്ചു പോണേ. കപ്പന കണ്ണൻ മേനോനാണ് നായർ വൃദ്ധജന സംഘം എന്ന പേര് നിർദ്ദേശിച്ചത്. കപ്പന കണ്ണൻ മേനോനാണ് NSSന് നായർ വൃദ്ധജന സംഘം എന്ന പേര് നിർദ്ദേശിക്കുന്നത്. 1915 ജൂലൈ 11 നായർ വൃദ്ധജന സംഘം നായർ സർവീസ് സൊസൈറ്റി എന്ന പേര് സ്വീകരിച്ചു. 1915 ജൂലൈ 11 നായർ വൃദ്ധജന സംഘം നായർ സർവീസ് സൊസൈറ്റി എന്ന പേര് സ്വീകരിച്ചു. K പരമപിള്ളയാണ് നായർ സർവീസ് സൊസൈറ്റി എന്ന പേര് നിർദ്ദേശിച്ചത്. 1916 NSSൻ്റെ നേതൃത്വത്തിൽ സമസ്ത കേരള നായർ മഹാസമ്മേളനം നടന്നു. 1925 ഇന്ത്യൻ കമ്പനി ആക്ട് പ്രകാരം NSSനെ രജിസ്റ്റർ ചെയ്തു. NSSൻ്റെ മുഖപത്രമാണ് സർവീസസ് പ്രസിദ്ധീകരണം ആരംഭിച്ചത് 1919 കറുകച്ചകാലിൽ നിന്നാണ് സർവീസ് പ്രവർത്തനം ആരംഭിക്കുന്നത്. എൻ്റെ ദേവനും ദേവിയും നായർ സർവീസ് സൊസൈറ്റിയാണെന്ന് അഭിപ്രായപ്പെട്ടത് മന്നത്ത് പത്മനാഭനാണ്. എൻ്റെ ദേവനും ദേവിയും നായർ സർവീസ് സൊസൈറ്റിയാണെന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ്? മന്നത്ത് പത്മനാഭനാണ്. 1945 മന്നത്ത് പത്മനാഭൻ NSSൻ്റെ പ്രസിഡന്റ് ആകുന്നു. NSS രൂപം നൽകിയ രാഷ്ട്രീയ പ്രസ്ഥാനമാണ് നാഷണൽ ഡെമോക്രാറ്റിക് പാർട്ടി. NSSൻ്റെ നേതൃത്വത്തിൽ നടത്തിയ ഉൽപ്പന്ന പിരിവിന് MP മന്മഥൻ നേതൃത്വം വഹിച്ചു. NSSൻ്റെ ഉൽപ്പന്ന പിരിവിന് വീട് വീണ്ടാന്തരം കയറി ഇറങ്ങുമ്പോൾ പാടാനായി അഖിലാണ്ട മണ്ഡലം അണിയിച്ചൊരുക്കി എന്ന പ്രാർത്ഥനാ ഗാനം രചിച്ചത് പന്തളം KP രാമൻ പിള്ളയാണ്. അപ്പോൾ അഖിലാണ്ട മണ്ഡലം എന്ന അണിയിച്ചൊരുക്കി എന്ന ഗാനം എന്താ? NSSൻ്റെ ഉൽപ്പന്ന പിരിവിന് വീട് വീടാന്തരം കയറി ഇറങ്ങുമ്പോൾ പാടാനായി പന്തളം KP രാമൻ പിള്ള രചിച്ച പ്രാർത്ഥനാ ഗാനമാണ് അഖിലാണ്ട മണ്ഡലം അണിയിച്ചൊരുക്കി. കേരളീയ നായർ സമാജം സ്ഥാപിതമാകുന്നത് 1907 C കൃഷ്ണപിള്ളയാണ്. കേരളീയ നായർ സമാജം സ്ഥാപിക്കുന്നത് 1907 C കൃഷ്ണപിള്ളയാണ്. അടുത്ത ആത്മവിദ്യാസംഘം. അടുത്ത നവീകരണ പ്രസ്ഥാനമാണ് ആത്മവിദ്യാസംഘം. ആത്മവിദ്യാസംഘത്തിൻ്റെ സ്ഥാപകൻ വാഗ്ഭടാനന്ദനാണ്. 1917 വാഗ്ഭടാനന്ദൻ ആത്മവിദ്യാസംഘം സ്ഥാപിക്കുന്നത്. ഇതൊക്കെ നമ്മളോട് മാച്ച് ദ ഫോളോയിങ് ആയിട്ട് എല്ലാ പരീക്ഷയ്ക്കും ചോദിക്കുന്നതാണ് കേട്ടോ.
അന്ധവിശ്വാസങ്ങൾക്കും അർത്ഥശൂന്യമായ ചടങ്ങുകൾ എന്നിവയ്ക്കെതിരെ ജനങ്ങളെ ബോധവൽക്കരിക്കാൻ സ്ഥാപിച്ച സംഘടനയാണ് ആത്മവിദ്യാ സംഘം. കുന്നോത്ത് കുഞ്ഞക്കു ഗുരുക്കൾ, കറപ്പയിൽ കാണാരൻ മാസ്റ്റർ, ധർമ്മധീരൻ, കയ്യാലച്ചേക്കു, പാലേരി ചന്തമൻ എന്നിവരാണ് ആത്മവിദ്യാ സംഘം സ്ഥാപിക്കുന്നതിന് മുൻകൈയെടുത്തത്. മലബാർ ആയിരുന്നു ആത്മവിദ്യാ സംഘത്തിൻ്റെ പ്രവർത്തന മേഖല. ആത്മവിദ്യാ സംഘം വാഗ്ഭടാനന്ദൻ ആരംഭിച്ചത് എവിടെയാണ്? മലബാർ കേന്ദ്രീകരിച്ചായിരുന്നു. ആത്മവിദ്യാ സംഘത്തിൻ്റെ ആശയങ്ങളും ലക്ഷ്യങ്ങളും വ്യക്തമാക്കുന്ന വാഗ്ഭടാനന്ദൻ്റെ കവിതയാണ് സ്വതന്ത്ര ചിന്താമണി. അപ്പോൾ സ്വതന്ത്ര ചിന്താമണി എന്ന കവിത ഏത് സംഘടനയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അത് ആത്മവിദ്യാ സംഘമാണ്. ഇത് രചിച്ചത് ആരാണ്? വാഗ്ഭടാനന്ദനാണ്. 1921 ആത്മവിദ്യാ സംഘത്തിൻ്റെ മുഖപത്രമാണ് അഭിനവ കേരളം. അഭിനവ കേരളം പ്രവർത്തനം ആരംഭിക്കുന്നത് 1921. അപ്പോൾ ആത്മവിദ്യാ സംഘം, അഭിനവ കേരളം, അതുപോലെ തന്നെ സ്വതന്ത്ര ചിന്താമണിയൊക്കെ ഓർത്തിരിക്കണം. കെ ദേവയാനി, പി ഭാർഗവിയമ്മ, എം ലക്ഷ്മിക്കുട്ടിയമ്മ എന്നിവർ ആത്മവിദ്യാ സംഘത്തിൻ്റെ വനിതാ വിഭാഗത്തിൻ്റെ പ്രധാന നേതാക്കളായിരുന്നു. ആത്മവിദ്യാ സംഘത്തിൻ്റെ ആദ്യ സമ്മേളനം നടത്തുന്നത് കാരക്കാട് വെച്ചായിരുന്നു. 1932 വാഗ്ഭടാനന്ദൻ്റെ നേതൃത്വത്തിൽ ആത്മവിദ്യാ മഹോത്സവം പുന്നപ്പരയിൽ നടന്നു. ആത്മവിദ്യാ സംഘത്തിൻ്റെ മാനിഫെസ്റ്റോ എന്നറിയപ്പെടുന്ന കൃതിയാണ് ആത്മവിദ്യ. അപ്പോൾ ആത്മവിദ്യാ സംഘത്തിൻ്റെ മാനിഫെസ്റ്റോ എന്നറിയപ്പെടുന്ന കൃതി ഏതാണ്? അത് വിദ്യയാണ്. അടുത്ത പ്രസ്ഥാനമാണ് സഹോദര സംഘം. സഹോദര സംഘം സ്ഥാപിച്ചത് 1917 സഹോദരൻ അയ്യപ്പനാണ്. മിശ്രഭോജനവും മിശ്രവിവാഹം, വഴിജാതി നശീകരണം എന്നതായിരുന്നു പ്രധാന ലക്ഷ്യം. അപ്പം നമ്മുടെ സഹോദര സംഘത്തിൻ്റെ പ്രധാന ലക്ഷ്യമായിരുന്നു മിശ്രവിവാഹം, മിശ്രഭോജനം വഴി ജാതി നശീകരണം എന്നിവയായിരുന്നു പ്രധാന ലക്ഷ്യങ്ങൾ. സഹോദര സംഘത്തിൻ്റെ നേതൃത്വത്തിൽ 1917 ജാതി വ്യവസ്ഥയ്ക്കെതിരെ നടത്തിയ പ്രക്ഷോഭമായിരുന്നു ജാതി രക്ഷാദഹനം. ഡെയിലി വർക്കർ എന്ന ബ്രിട്ടീഷ് പ്രസിദ്ധീകരണത്തെ മാതൃകയാക്കി സഹോദരൻ അയ്യപ്പൻ രചിച്ച പ്രസിദ്ധീകരണമാണ് വേലക്കാരൻ. ഇമ്പോർട്ടൻ്റ് ആണ്. ഡെയിലി വർക്കർ എന്ന ബ്രിട്ടീഷ് പ്രസിദ്ധീകരണത്തെ മാതൃകയാക്കി കേരളത്തിൽ ആരംഭിച്ച പ്രസിദ്ധീകരണം വേലക്കാരൻ. ഇത് ആരുടെ നേതൃത്വത്തിലായിരുന്നു? സഹോദരൻ അയ്യപ്പൻ്റെ. വിദ്യാപോഷിണി എന്ന സാംസ്കാരിക സംഘടനയ്ക്ക് സഹോദരൻ അയ്യപ്പൻ രൂപം നൽകി. അപ്പോൾ വിദ്യാപോഷിണി എന്ന സംഘടന ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സഹോദരൻ അയ്യപ്പൻ. സഹോദര സംഘത്തിൻ്റെ മുഖപത്രമായിരുന്നു സഹോദരൻ എന്നത്. മനുഷ്യരെല്ലാം സഹോദരരാകുന്നു എന്ന പ്രഥമ വാക്യത്തോടെ അച്ചടിച്ചിരുന്ന മാഗസിനാണ് സഹോദരൻ. മട്ടാഞ്ചേരിയിൽ നിന്നാണ് ഇത് പ്രസിദ്ധീകരിച്ചത്. റഷ്യൻ വിപ്ലവ നേതാവായ ലെനിനെക്കുറിച്ച് ആദ്യമായി ലേഖനം എഴുതിയ മലയാള പ്രസിദ്ധീകരണമാണ് സഹോദരൻ. അടുത്തത് മിശ്രഭോജന പ്രസ്ഥാനം. 1917 മെയ് 29 സഹോദരൻ അയ്യപ്പൻ്റെ നേതൃത്വത്തിലാണ് മിശ്രഭോജന പ്രസ്ഥാനം ആരംഭിക്കുന്നത്. ചെറായി എന്ന സ്ഥലത്ത് നിന്നാണ് മിശ്രഭോജനത്തിന് തുടക്കം. അപ്പം മിശ്രഭോജനത്തിന് തുടക്കം ആയ സ്ഥലം ഏതാ? ചെറായിയാണ്. മിശ്രഭോജനത്തിൽ പങ്കെടുത്തവരെ ആഢ്യന്മാർ വിളിച്ചത് പുലച്ചോലന്മാർ എന്നായിരുന്നു. പിൽക്കാലത്ത് പൊതുസമൂഹത്തിൽ കോസ്മോപൊളിറ്റൻ ഡിന്നർ എന്ന പേരിൽ മിശ്രഭോജനം അറിയപ്പെട്ടു. അടുത്ത ഇനി കേരളത്തിൽ നടന്ന പ്രക്ഷോഭങ്ങളാണ്. തളിക്ഷേത്ര പ്രക്ഷോഭം 1917 അയിത്തത്തിനെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ പ്രക്ഷോഭം. അയിത്തത്തിനെതിരെ കേരളത്തിൽ നടന്ന ആദ്യ പ്രക്ഷോഭമാണ് 1917 തളിക്ഷേത്ര പ്രക്ഷോഭം. കോഴിക്കോട്ടെ തളി ക്ഷേത്രത്തിലേക്കുള്ള എല്ലാ വഴികളും എല്ലാ ഹൈന്ദവർക്കും തുറന്നു കൊടുക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടിരുന്ന സമരമാണ് തളിക്ഷേത്ര പ്രക്ഷോഭം. KP കേശവ മേനോൻ, മഞ്ചേരി രാമയ്യർ, C കൃഷ്ണർ എന്നിവരായിരുന്നു തളിക്ഷേത്ര പ്രക്ഷോഭത്തിന് 1917 നേതൃത്വം നൽകിയത്. അടുത്ത സംഘമാണ് ഇസ്ലാം ധർമ്മ പരിപാലന സംഘം. ഇസ്ലാം ധർമ്മ പരിപാലന സംഘം SNDPയുടെ മാതൃകയിൽ വക്കം മൗലവിയുടെ നേതൃത്വത്തിൽ രൂപീകൃതമായ സംഘടനയാണ്. വക്കം മൗലവിയുടെ നേതൃത്വത്തിൽ രൂപീകൃതമായ സംഘടനയായിരുന്നു ഇസ്ലാം ധർമ്മ പരിപാലന സംഘം 1918. കേരള മുസ്ലിം ഐക്യസംഖ്യം, അഖില തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭ, ചിറയൻകീഴ് താലൂക്ക് മുസ്ലിം സമാജം എന്നീ സംഘടനകൾ സ്ഥാപിച്ചതും വക്കം മൗലവിയാണ്. കൊടുങ്ങല്ലൂരായിരുന്നു 1922 ആരംഭിച്ച കേരള മുസ്ലിം ഐക്യസംഘത്തിൻ്റെ കേന്ദ്രം. കേരള മുസ്ലിം ഐക്യസംഘത്തിൻ്റെ ആദ്യ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് വക്കം മൗലവി തന്നെയായിരുന്നു. അപ്പം ഇസ്ലാം ധർമ്മ പരിപാലന സംഘം ആരംഭിച്ചത് ആരാണ്? വക്കം മൗലവി. ആനന്ദ മഹാസഭ. ആനന്ദ മഹാസഭയുടെ സ്ഥാപകനാണ് ബ്രഹ്മാനന്ദ ശിവയോഗി. 19
1818 ആനന്ദ മഹാസഭ രൂപീകൃതമാകുന്നത്. ബ്രഹ്മാനന്ദ ശിവയോഗിയായിരുന്നു ആനന്ദ മഹാസഭയുടെ ആദ്യ അധ്യക്ഷൻ. ആനന്ദ മഹാസഭയുടെ ആദ്യ അധ്യക്ഷൻ ആരാണ്? ബ്രഹ്മാനന്ദ ശിവയോഗി. ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ പത്നിയായ യോഗിനി ദേവിയാണ് ആനന്ദ മഹാസഭയുടെ ഉപാധ്യക്ഷയായി ഇരുന്നത്. ആനന്ദ മഹാസഭയുടെ ആദ്യത്തെ സെക്രട്ടറി ടി രാമപണിക്കർ ആയിരുന്നു. ആലത്തൂരിലാണ് ബ്രഹ്മാനന്ദ ശിവയോഗി സിദ്ധാശ്രമം സ്ഥാപിക്കുന്നത്. സിദ്ധാശ്രമം സ്ഥാപിച്ചത് ബ്രഹ്മാനന്ദ ശിവയോഗി എവിടെയാണ്? ആലത്തൂരിൽ. അടുത്തത് പൗരസമത്വവാദ പ്രക്ഷോഭത്തെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അവർണ ഹിന്ദുക്കൾ, ക്രിസ്ത്യാനികൾ, മുസ്ലിങ്ങൾ എന്നിവർക്ക് ലാൻഡ് റവന്യൂ വകുപ്പിൽ നിയമനങ്ങൾ നിഷേധിച്ചതിനെതിരായി എല്ലാവർക്കും തുല്യ അവകാശങ്ങൾക്കായി നടന്നതാണ് പൗരസമത്വവാദ പ്രക്ഷോഭം. 1919 പൗരസമത്വവാദ പ്രക്ഷോഭം നടക്കുന്നത്. എന്താണ് പൗരസമത്വവാദ പ്രക്ഷോഭം? അവർണ ഹിന്ദുക്കൾ, ക്രിസ്ത്യാനികൾ, മുസ്ലിങ്ങൾ എന്നിവർക്ക് ലാൻഡ് റവന്യൂ വകുപ്പിൽ നിയമനം നിഷേധിച്ചതിനെ തുടർന്ന് എല്ലാവർക്കും തുല്യ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിനായി നടന്നതാണ് പൗരസമത്വവാദ പ്രക്ഷോഭം. പൗരസമത്വവാദ പ്രക്ഷോഭത്തിൻ്റെ പ്രധാന നേതാക്കളായിരുന്നു ടി കെ മാധവൻ, എൻ വി ജോസഫ്, എ ജെ ജോൺ. ഇമ്പോർട്ടൻ്റ് ആണ്. പൗരസമത്വവാദ പ്രക്ഷോഭത്തിൻ്റെ പ്രധാന നേതാക്കളായിരുന്നു ടി കെ മാധവൻ, എൻ വി ജോസഫ്, എ ജെ ജോൺ എന്നിവർ. പൗരസമത്വവാദ പ്രക്ഷോഭത്തെ പിന്തുണച്ച് എ കെ പിള്ളയുടെ പത്രമാണ് സ്വരാട്. സ്വരാട് എന്ന പത്രം, അതിൻ്റെ പത്രത്തിൻ്റെ പത്രാധിപനായിരുന്നു എ കെ പിള്ള. അദ്ദേഹം പൗരസമത്വവാദ പ്രക്ഷോഭത്തെ പത്രത്തിലൂടെ പിന്തുണയ്ക്കുന്നു. അടുത്തത് തിരുവിതാംകൂർ ചേരമാർ മഹാസഭ. തിരുവിതാംകൂർ ചേരമാർ മഹാസഭ സ്ഥാപിക്കുന്നത് 1921 ജനുവരി 14 പാമ്പാടി ജോൺ ജോസഫാണ്. തിരുവിതാംകൂർ ചേരമാർ മഹാസഭ സ്ഥാപിച്ചത് ആരാണ്? പാമ്പാടി ജോൺ ജോസഫ്. തിരുവിതാംകൂർ ചേരമാർ മഹാസഭയുടെ സ്ഥാപക ജനറൽ സെക്രട്ടറി ആയിരുന്നു പാമ്പാടി ജോൺ ജോസഫ്. തിരുവിതാംകൂർ ചേരമാർ മഹാസഭയുടെ മുദ്രാവാക്യമായിരുന്നു ഗോത്രമായി സംഘടിക്കൂ, മതപരമായല്ല. ഇതിൻ്റെ സ്ഥാപക പ്രസിഡന്റ് പാറടി എബ്രഹാം ഐസക് ആണ്. മുഖപത്രം സാധുജന ദൂതൻ. അപ്പോൾ നമ്മുടെ തിരുവിതാംകൂർ ചേരമാർ മഹാസഭയുടെ മുഖപത്രമാണ് സാധുജന ദൂതൻ. അടുത്തതാണ് ആത്മബോധോദയ സംഘം. ആത്മബോധോദയ സംഘം രൂപീകരിക്കുന്നത് ശുഭാനന്ദ ഗുരുദേവനാണ്. ശുഭാനന്ദ ആശ്രമം സ്ഥാപിച്ച നവോത്ഥാന നായകനാണ് ശുഭാനന്ദ ഗുരുദേവൻ. ആത്മബോധോദയ സംഘത്തിൻ്റെ ആസ്ഥാനം മാവേലിക്കരയിലെ ചെറുകോലാണ്. 1919 ശുഭാനന്ദ ആശ്രമം ആത്മബോധോദയ സംഘം എന്ന് പുനർനാമകരണം ചെയ്യുന്നു. നീ നിന്നെ അറിയുക, മറ്റുള്ളവരെ സ്നേഹിക്കുക, ദൈവം എപ്പോഴും നിന്റെ ഹൃദയത്തിൽ വസിക്കും എന്ന സന്ദേശമാണ് ഈ സംഘടന നൽകുന്നത്. മുഖപത്രം ശുഭാനന്ദ ദർശനമാണ്. അടുത്തതാണ് ജാതിനാശിനി സഭ. 1933 ആനന്ദ തീർത്ഥൻ്റെ നേതൃത്വത്തിൽ രൂപീകൃതമാകുന്നു. കണ്ണൂരാണ് ഇതിൻ്റെ ആസ്ഥാനം. ജാതിനാശിനി സഭ ആനന്ദ തീർത്ഥൻ, കണ്ണൂർ ആസ്ഥാനം. ആദ്യ പ്രസിഡന്റ് കെ കേളപ്പൻ, ആദ്യ സെക്രട്ടറി ആനന്ദ തീർത്ഥനാണ്. മിശ്രവിവാഹം, മിശ്രഭോജനം പ്രോത്സാഹിപ്പിക്കുക എന്നതായിരുന്നു ജാതിനാശിനി സഭയുടെ ലക്ഷ്യം. അടുത്തതാണ് കേരള പുലയ മഹാസഭ. 1970 പി കെ ചാത്തൻ മാസ്റ്ററുടെ നേതൃത്വത്തിൽ സ്ഥാപിതമാകുന്നു. അപ്പോൾ കേരള പുലയ മഹാസഭയുടെ നേതൃത്വം നൽകിയത് ആരാണ്? പി കെ ചാത്തൻ മാസ്റ്റർ. പി കെ ചാത്തൻ മാസ്റ്റർ ആയിരുന്നു ആദ്യ പ്രസിഡന്റ്. ആദ്യ ശാഖ തിരുവനന്തപുരം വെങ്ങാനൂരിലായിരുന്നു. കേരള പുലയ മഹാസഭയുടെ മുഖപത്രമാണ് നയലഭം. അടുത്ത നവോത്ഥാന നായികമാരും സംഘടനകളുമാണ് നമ്മൾ പറയുന്നത്. പുരുഷന്മാരെ പോലെ തന്നെ സ്ത്രീകളും നവോത്ഥാന പ്രവർത്തനത്തിൽ വളരെയധികം പങ്കുവഹിച്ചിട്ടുണ്ട്. കേരളത്തിലെ പ്രധാന നവോത്ഥാന നായികമാരാണ് ആര്യ പള്ളം, പാർവതി നെന്മേനി മംഗലം, ശാരദ അമ്മാൾ, കെ സി നാരായണിയമ്മ, കാളിക്കുട്ടി ആശാത്തി എന്നിവർ. 1938 തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിൻ്റെ ആഭിമുഖ്യത്തിൽ ദേശസേവികാ സംഘം സ്ഥാപിച്ചത് അക്കാമ ചെറിയാനാണ്. ദേശസേവികാ സംഘം ആരുടെയാണ്? അക്കാമ ചെറിയാൻ. കാതുമുറി പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ വനിതയാണ് ആര്യ പള്ളം. അന്തർജന സമാജം രൂപീകരിക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ചത് പാർവതി നെന്മേനി മംഗലമായിരുന്നു. യോഗക്ഷേമ സഭയുടെ യുവജന വിഭാഗം അധ്യക്ഷയായ ആദ്യ വനിതയാണ് പാർവതി നെന്മേനി മംഗലം. അന്തർജന സമാജം രൂപീകൃതമാകുന്നത് ചേറ്റുപുഴയിലായിരുന്നു. മഹിളാ ദേശസേവികാ സംഘത്തിൻ്റെ പ്രസിഡന്റായി സേവനമനുഷ്ഠിച്ച വനിതയാണ് മാർഗരറ്റ് പാവമണി.
1931 കോഴിക്കോടാണ് മഹിളാ ദേശസേവികാ സംഘ് സ്ഥാപിതമാകുന്നത്. ആത്മവിദ്യാ സംഘത്തിൻ്റെ സജീവ പ്രവർത്തകയായിരുന്നു കെ ദേവയാനി. YMCAയുടെ മാതൃകയിൽ യങ് വിമൻ അസോസിയേഷൻ സ്ഥാപിക്കുന്നതിന് നേതൃത്വം നൽകിയ വനിതകളാണ് മണ്ണത്തല പാർവതിയമ്മയും KR നാരായണിയമ്മയും ദേവകി കൃഷ്ണൻ എന്നിവർ. എവിടെയാണ്? 1942 ചേർത്തലയിലാണ് ഇത് രൂപീകരിക്കുന്നത്. AK രാജമ്മ 1956 തിരുവനന്തപുരത്ത് വിനോബാ നികേതൻ സ്ഥാപിക്കുന്നു. വാർത്താ ആശ്രമത്തിൻ്റെ മാതൃകയിൽ കൂത്താട്ടുകുളം മേരിയുടെ നേതൃത്വത്തിൽ സ്ഥാപിതമായതാണ് മഹിളാ സദനം. സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളുടെ പ്രവർത്തന ഫലമായി കേരളത്തിലുണ്ടായ നേട്ടങ്ങളെക്കുറിച്ച് നമുക്കൊന്ന് നോക്കാം. പൊതുനിരത്തുകളിലൂടെയും സഞ്ചാര സ്വാതന്ത്ര്യം അനുവദിക്കപ്പെട്ടു. ജാതീയമായ ഉച്ചനീചത്വങ്ങൾ ചോദ്യം ചെയ്യപ്പെട്ടു. ആധുനിക വിദ്യാഭ്യാസത്തിന് പ്രോത്സാഹനം ലഭിച്ചു. തൊഴിൽ, പേര്, പാർപ്പിടം, വസ്ത്രം എന്നിവയുമായി ബന്ധപ്പെട്ട് നിലനിന്നിരുന്ന വിവേചനങ്ങൾക്കെതിരെ മുന്നേറ്റങ്ങൾ ഉയർന്നു വന്നു. സ്ത്രീ വിദ്യാഭ്യാസത്തിൻ്റെയും സ്ത്രീ പുരുഷ സമത്വത്തിൻ്റെയും പ്രാധാന്യം തിരിച്ചറിഞ്ഞു. അപ്പം ഇവയൊക്കെയാണ് ഈ സാമൂഹിക മതനവീകരണ പ്രസ്ഥാനങ്ങളിലൂടെ നമ്മുടെ കേരളത്തിൽ കൊണ്ടുവരാൻ സാധിച്ച അല്ലെങ്കിൽ കൊണ്ടുവരാൻ ശ്രമിച്ച മാറ്റങ്ങൾ എന്ന് പറയാം. സഞ്ചാര സ്വാതന്ത്ര്യം, ഐത്തത്തിനെതിരെയുള്ള സ്വാതന്ത്ര്യം, ഇവയൊക്കെയായിരുന്നു ഈ കാലഘട്ടത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയത്. പിന്നെ സ്ത്രീകൾക്കെതിരെ നടന്ന അനാചാരങ്ങൾ, അതുപോലെ ബാലവിവാഹം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തുടച്ചു നീക്കാൻ ഈ മതനവീകരണ പ്രസ്ഥാനങ്ങൾക്കും അതുപോലെ തന്നെ ഇതിൻ്റെ പരിഷ്കർത്താക്കൾക്കും സാധിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കേരളത്തിലെ മതനവീകരണ പ്രസ്ഥാനങ്ങളെക്കുറിച്ചും ചില പ്രക്ഷോഭങ്ങളെക്കുറിച്ചുമാണ് പഠിച്ചത്. ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇതിൻ്റെ തുടർച്ചയായിട്ട് തന്നെ NCERT ഫാക്റ്റും പഠിക്കണം. പിന്നെ നമുക്ക് ക്ഷേത്രപ്രവേശന വിളംബരം, വൈക്കം സത്യാഗ്രഹം, ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചും കൂടി ഒന്നുകൂടി പഠിക്കണം. ഓൾറെഡി നമ്മൾ ഇതെല്ലാം എടുത്തതാണ്, പക്ഷേ ഡിഗ്രി പ്രിലിംസിന് വേണ്ടിയിട്ട് കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് പഠിക്കണം. അപ്പം ഈ ക്ലാസ്സുകൾ നിങ്ങൾക്ക് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് OA എഴുതുന്നവർക്കും അതുപോലെ തന്നെ മെയിൻസ് എഴുതാനിരിക്കുന്നവർക്ക് പിന്നെ ഓഫീസ് അസിസ്റ്റൻ്റ് എഴുതാനിരിക്കുന്നവർക്ക് എല്ലാവർക്കും ഇത് ഉപകാരമായിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കാരണം എല്ലാ ഡീറ്റെയിൽഡും ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് നമ്മൾ ക്ലാസ്സുകൾ എടുക്കുന്നത്. അപ്പം നിങ്ങളുടെ ക്ലാസ്സുകൾ നിങ്ങൾ കാണുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലോ അതുപോലെ തന്നെ ചോദിക്കുക. ഒന്നിച്ച് നമുക്ക് മുന്നോട്ട് പോകാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഇത് ഷെയർ ചെയ്യുക. താങ്ക് യു ഓൾ. ഹാവ് എ നൈസ് ഡേ.